ഈ റൺവേ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ഈ രണ്ടു റൺവേയിൽ മാറിക്കൊണ്ടിരിക്കും ഫ്ലൈറ്റുകൾ? മാറിക്കൊണ്ടിരിക്കും. നമ്മളെ ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ 2 റൺവേ ഉള്ളത്. റൺവേ 10 പിന്നെ 28. അപ്പോൾ ഇത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ ഒരു ചോപ്പ് കണ്ടങ്ങള് കുറച്ച് വാഹനങ്ങൾ അവിടെ അതല്ല, അവിടെ മറ്റേ ഈ ഒരു ഇത് കണ്ടോ, ആ ഏരിയന്റെ അവിടെ റെഡ് ഒരു ബോക്സിൽ കണ്ടോ, അവിടെ 10-28 ഡെൽറ്റ ഡി എഴുതിയിരിക്കണം. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല് ഇത് ടാക്സിവേ ഡെൽറ്റ എന്ന് അറിയപ്പെടും. ഡീനെ നമ്മൾ ഡെൽറ്റ എന്നാ പറയാം. അപ്പോൾ ഇത് ടാക്സിവേ ആണ്, ഇത് റൺവേ അല്ല. അപ്പൊ നമ്മള് റൺവേ നമുക്ക് 10 ഉണ്ട്, 28 ഉണ്ട്. അപ്പോൾ അത് റൺവേ എങ്ങനെ തീരുമാനിക്കണത് വിൻസിന്റെ ബേസ്ഡ് ഓൺ വിൻസ് ആണ്. അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുന്ന വിൻസോക്ക് എന്ന് പറയും. നമ്മൾ ഇൻസ്ട്രുമെന്റ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മളുടെ എയർപോർട്ട് എവിടെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ലൈറ്റ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം അത് കൺട്രോൾഡ് എയറോഡ്രോം ആണ്, ATC ഇപ്പോൾ വർക്കിംഗ് ആണ്. പിന്നെ ആ ഒരു ലൈറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കിംഗ് ആണ്, അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനാണ്. എൻ്റെ കൂടെ ഉള്ളതാണ് നമ്മുടെ 19-കാരി മറിയം ജുമാന. ഒരു വർഷം മുന്നേ, ഇപ്പോൾ 20 വയസ്സായില്ലേ? അടുത്ത ജനുവരി വന്നാൽ അല്ലേ 21 വയസ്സാവും. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒരു പിൻവശത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് റൺവേ കാണാം. അപ്പം മിന്നു അതായത് ജുമാന പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് എനിക്കുണ്ട് സംശയങ്ങൾ. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ലിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എയർപോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കരുതി അല്ലേ? മിന്നു അല്ല ജുമാന എന്നാ നാട്ടിലെത്തി? ഞാൻ ഒരു 4 ദിവസമായി ഇപ്പോൾ നാട്ടിലുണ്ട് അല്ലേ? ഇപ്പോൾ വോട്ട് സംബന്ധമായിട്ടൊക്കെ വന്നതാണ് ശരിക്കും? വോട്ട് ചെയ്തു. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ആൾറെഡി നമ്മൾ പ്രേക്ഷകർ, പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള എൻ്റെ സുമനസ്സുകളായിട്ടുള്ള പ്രേക്ഷകർ ഒരുപാട് ആളുകൾ പറയും എന്തിനാന്നൊക്കെ. കാരണം ഒരുപാട് ആളുകൾ ജുമാനെ അന്വേഷിക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര മണിക്കൂർ പറത്തിയിട്ടാണ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഏകദേശം 100ന്റെ അടുത്തായി. അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഒരു പൈലറ്റായിട്ട് നമുക്ക് ഈ ഒരു വർഷം അത്ര വേണമെന്നില്ല, ഒരു 6-7 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവും. CPL ലൈസൻസ് കിട്ടും. അത് അതെ, അത് കിട്ടിയിട്ട് വേണം ഇൻഷാ അല്ലാ. എൻ്റെ ഒരു ആഗ്രഹമാണ് ജുമാന മോള് പറത്തുന്ന ഒരു വിമാനം ഇവിടുന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് അല്ലേ? പറന്നു പോകുമ്പോൾ നമുക്ക് മുൻകൂർ പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ട്, ഇവിടുന്ന് ഷൂട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കാലിക്കറ്റ് എയർപോർട്ടാണ് നമുക്ക് പിന്നിലുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു എന്ത്, നമ്മൾ ഒരു പിന്നെ 2 റൺവേനെ കുറിച്ച് പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അത് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് 2 റൺവേ യൂസ് ചെയ്യുന്നത്. അതായത് റൺവേ എന്ന് പറയുമ്പം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും യൂസ് ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ അത് റൺവേ 10 ഉണ്ട്, റൺവേ 28 ഉണ്ട്. അപ്പോൾ അത് ചില സമയത്ത് ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നതാണ് ഇത് ലാൻഡിങ്ങും ഇങ്ങനെ കാണാനുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു റൺവേ ആണ് യൂസ് ചെയ്യുന്നത്. റൺവേ 28 ആണ് യൂസ് ചെയ്യുന്നത് തോന്നുന്നത്. റൺവേ 28 ഡിപ്പാർച്ചറിനും ലാൻഡിങ്ങിനും, ഇവര് ലാൻഡിങ്ങിനും ഡിപ്പാർച്ചറിനും സെയിം റൺവേ ആയിരിക്കും ഒരു പ്രാവശ്യം യൂസ് ചെയ്യുക. അപ്പോൾ അത് നിശ്ചയിക്കുന്നത് വിൻസോക്ക് പ്രകാരമാണ്. ഈ വിൻസോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിന്റെ ദിശ മനസ്സിലാക്കാൻ. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 3 knots ചെറിയൊരു വിൻഡ് ഉണ്ട്. ആ വിൻഡ് സോക്കിൽ നിങ്ങൾക്ക് ഓരോ എയറോ മാർക്ക് 3 knots, 6 knots, അങ്ങനെ 9 knots അതിന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലൊക്കെ യാത്രയപ്പിന് വരുന്ന സമയത്ത് എനിക്കൊക്കെ ഉണ്ടായിന് കേട്ടോ. പ്രേക്ഷകത്തിൽ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്തുകൊണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ പറന്ന് പോകണം അവിടെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് കാറ്റിന്റെ ദിശ വെച്ചിട്ടാണ് നമ്മൾ റൺവേ അവിടെ. അപ്പോൾ ആ റൺവേ ഇവിടുന്ന് TCL നിന്നാണോ കൊടുക്കുക പോലെ കാറ്റിന്റെ ദിശയിലാണെന്നുള്ളത്? അത് അവർക്ക് മനസ്സിലാവും. ഇവിടെ മെറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാലാവസ്ഥ, അപ്പോൾ പൈലറ്റിന് ഇൻഫർമേഷൻ കൊടുക്കും ഏത് ഡയറക്ഷനിലാണ് കാറ്റ് വരുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവുമ്പോൾ അതിനനുസരിച്ച് റൺവേ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് റൺവേ ചേഞ്ച് ചെയ്യാറുണ്ട്. അതായത് 2 റൺവേ ആണ്. അത് റൺവേ 09 റൺവേ 27 ആണ്. അപ്പോൾ ഇപ്പോൾ കറന്റ് 27 09 യൂസ് ചെയ്യുന്നത്. ഞാൻ സോളോ ആയ സമയത്ത് നേരെ ഓപ്പോസിറ്റ് റൺവേ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വിൻ്റർ സീസൺ ആകുന്ന സമയത്ത് റൺവേ മാറും.
ഇപ്പം മഴക്കാലമാകുന്ന സമയത്തും മാറും. കാരണം കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് കാറ്റിൻ്റെ ദിശയും മാറും. അപ്പം അതിനനുസരിച്ചാണ് ഈ ഒരു ഡിപ്പാർച്ചറിനും അറൈവലിനും റൺവേ നിശ്ചയിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പലരും വിചാരിക്കും ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ. അല്ല, അതിപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാകുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു പിന്നെ പോർട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. പക്ഷേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആരും അങ്ങനെ ചിന്തിക്കണില്ല. യാത്രക്കാരായിട്ടുള്ള ആളുകൾ യാത്ര ചെയ്യണ്, വരുന്ന്, പോണ്, ടേക്ക് ഓഫ്, ലാൻഡിങ്, ഇത്രയൊക്കെയല്ലേ മനസ്സിലാവണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ സിഗ്നൽ ലൈറ്റുകൾ, ഇപ്പോൾ ഈ മിന്നുന്ന സിഗ്നൽ ലൈറ്റുകൾ പൈലറ്റിന് ഒരുപാട് ദൂരത്തു നിന്ന് കാണാൻ പറ്റും. അല്ലല്ല, നമ്മൾ അത് വെച്ചിട്ടല്ല നമ്മൾ ഏത് റൺവേ ആണ്, അല്ല അത് നോക്കിങ്ങള്, അത് ഇതോ ടൈപ്പ് എയർക്രാഫ്റ്റാ. ചെറുതല്ലേ? ചെറുത്. ഇപ്പൊ നമുക്ക് RCF പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് പൈലറ്റ്സ് സംസാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ നമുക്ക് പൈലറ്റ്സിന് ഇവർ പറയുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഇവർ കൺട്രോൾസ് പറയുന്ന ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലാൻഡിങ് പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും പെർമിഷൻ വേണം. സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞാലും ടാക്സി ആയി കഴിഞ്ഞാലും, ഇപ്പം ഡിപ്പാർച്ചറിനായി ടാക്സി എന്ന് പറയുമ്പം ഏപ്രിലിന്, അതായത് പാർക്ക് ചെയ്ത് ഫ്ലൈറ്റ് ഉണ്ടാവില്ല, അവിടുന്ന് ടാക്സി ചെയ്തിട്ട് റൺവേയിലോട്ട് പോകുന്ന അതിനാണ് സമയത്തിന് അതിനെയാണ് ടാക്സി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും പെർമിഷൻ വേണം. അപ്പോൾ അങ്ങനെ ഈ RCF, അതായത് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവുന്ന സമയത്ത് ഇവർ നമ്മൾക്ക് കുറച്ച് മെനുവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും നമുക്ക് RCF ഫെയിലിയർ, കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഫ്ലൈറ്റ് രണ്ട് പ്രാവശ്യം ലാൻഡ് ചെയ്യാൻ വന്നിട്ട് പിന്നെ രണ്ടാമത് ഗോ റൗണ്ട് ചെയ്തു, പിന്നെയും വന്നു. അതിനെക്കുറിച്ച്, അതായത് അത് ശരിക്കും ഒരു സേഫ്റ്റി ആയിട്ടാണ് അത് പോയത്. അതിപ്പം അവർക്ക് ഒരൊറ്റ സംശയം കൂടി, അത് പൈലറ്റിന്റെ അവസരോചിതമായിട്ടുള്ള ഇടപെടലല്ലോ, അല്ലാതെ ഇപ്പോൾ മറ്റുള്ള TC ലൈറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? അല്ലല്ല, അത് പൈലറ്റാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ അവര് നിശ്ചയിക്കണം അപ്പൊ ഗോ റൗണ്ട് ചെയ്യണ്ടെന്ന്, അത് അവർക്ക് മനസ്സിലാവുക. അതായത് നമുക്ക് റൺവേയില് നമ്മള് ഓരോ മാർക്കിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഓരോ മാർക്കിങ്സിന്റെ മുന്നേ തന്നെ ഈ ഒരു നമ്മളെ ടയർ ടച്ച് ഡൗൺ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണ് നമുക്ക് മുന്നേ ഇവിടെ നടന്നിട്ടുള്ള അപകടം. ആ പോയിന്റ് കഴിഞ്ഞിട്ട് ടയർ ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോ റൗണ്ട് ചെയ്യണം. അതെങ്ങനെ ആ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ പിന്നെ അത് ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടയർ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച സമയത്ത് വണ്ടി, അതായത് ലാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്ലൈറ്റ് പോയിട്ട് അങ്ങോട്ട് അറ്റത്ത് പോയിട്ട് അവിടെ നിൽക്കും. അതായത് നാളൊരു ദിവസം നമ്മള് അപകടം ഉണ്ടായിട്ടില്ലായിരുന്നു, അതേമാതിരി 500 മീറ്റർ കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്തത്. അപ്പൊ അതേമാതിരി അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ അത് ഗോ റൗണ്ട് ചെയ്യേണ്ടത് പൈലറ്റിന്റെ അനുസരിച്ചാണ്. പൈലറ്റിന് എന്താണോ തോന്നുന്നത്, അങ്ങനെ തോന്നുന്നത് ചെയ്യാൻ പറ്റൂല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗോ റൗണ്ട് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അതുപോലെ ചെറിയൊരു സംശയം കൂടി, നമ്മൾ ഇവിടുന്ന് വലിയ വിമാനം എന്താ പറയുക ലാൻഡ് ചെയ്യാൻ സമയത്ത്, ഇപ്പോൾ ഇവിടെ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലാണ് ഒരു റൗണ്ട് ചെയ്ത് വന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. അത് സമയത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് സമയത്തിൻ്റെ ബേസ് ചെയ്തിട്ടല്ല. അതായത് നമുക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇൻസ്ട്രുമെന്റ് ഫ്ലൈയിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് രണ്ട് ഇതുണ്ട്, VFR ഉണ്ട്, IFR ഉണ്ട്. IFR എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫ്ലൈ ചെയ്യുക. VFR എന്ന് പറയുമ്പോൾ വിഷ്വലി ആയിരിക്കും ഫ്ലൈ ചെയ്യുക. അപ്പോൾ IFR വരുന്ന സമയത്ത് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ DME ആർക്ക്, പിന്നെ അതേപോലെ തന്നെ കുറേ ഇൻസ്ട്രുമെന്റ് അപ്രോച്ചസ്, കുറേ സംഭവങ്ങളുണ്ട്. അത് വേറെ തന്നെയാണ്, കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടാണ്, അത് ഓരോ എയർപോർട്ടിനും വ്യത്യസ്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് ലാൻഡ് ചെയ്യും. അപ്പോൾ അതിനാണ് അങ്ങോട്ടൊക്കെ പോയിട്ട് ആ ഒരു മഞ്ചേരി ഭാഗത്തോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരുന്നത്. അതെ, ഞാൻ പറഞ്ഞത് അത് ഓരോ ഇതുണ്ട്, റൂൾസ് ആണ്. അപ്പം ഇൻസ്ട്രുമെന്റ് ബേസ് ചെയ്ത് ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് അത് ഫോളോ ചെയ്യണം. മിന്നിപ്പോൾ ജുമാനപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മിന്നു എന്നുള്ളൊരു ജുമാൻ്റെ ഒരു നിക് നെയിമാണ്. അതുകൊണ്ടാണ് മിന്നു വായിൽ വരുന്നത്. നമ്മളിവിടെ വീട്ടിലൊക്കെ വിളിക്കുന്ന പേരാണ്. പിന്നെ അങ്ങനെ തുടരാം. മിന്നു അതുപോലെ തന്നെ ഈ എന്താ ചോദിക്കാറ്,
ഇപ്പം ഫ്ലൈ ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ സോളോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അതായത് നമുക്കൊരു CPL കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട്. അതിൽ 100 മണിക്കൂർ സോളോ ആണ്, പിന്നെ അതേപോലെ 85 ബാക്കി 100 മണിക്കൂർ മൾട്ടിയാണ് വേണ്ടത്, സോറി ഡ്യുവലാണ് വേണ്ടത്. അതിൽ 85 മണിക്കൂർ സിംഗിൾ എഞ്ചിനിലും ബാക്കി 15 മണിക്കൂർ മൾട്ടി എഞ്ചിനിലുമാണ് വേണ്ടത്. അപ്പം 100 മണിക്കൂർ സോളോ പറത്തണം, 100 മണിക്കൂർ ഡ്യുവലും വേണം. അപ്പോൾ അതിൽ ഇപ്പം ടോട്ടലി എല്ലാം പാടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം 100 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊരു 25 മണിക്കൂർ സോളോ ഉള്ളത്. പിന്നെ അതിൽ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൈങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ. അപ്പം ഡ്യുവൽസും കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 60 സംതിങ് എത്രയോ വരുന്നുണ്ട്. 180 കഴിഞ്ഞാലാണ് ഡബിൾ എഞ്ചിൻ തരാൻ തോന്നുന്നല്ലേ? 185 hours. നമുക്ക് അങ്ങനെ ഡബിൾ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഒരു CPL കിട്ടണമെന്നുണ്ടെങ്കിൽ 200 മണിക്കൂർ ഫ്ലൈ ചെയ്യണം, അത് നിർബന്ധമാണ്. അപ്പോൾ ആ 200 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട്. നമുക്ക് ഇന്ന ചെക്സ് ഉണ്ട്, മറ്റേ ചെക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ചെക്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റിക്വയർമെന്റ്സ് ആണ്, അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ നമുക്കൊരു ലൈസൻസ് കിട്ടുള്ളൂ. അതുപോലെ ഇപ്പോഴും നമുക്ക് പിന്നെ ജുമാന വൈറലായതിന് ശേഷം ഒരുപാട് എൻക്വയറി കാര്യങ്ങൾ വന്ന് ഇപ്പോഴും സ്റ്റുഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ബേസിക്കലി ജസ്റ്റ് ഒന്നുകൂടി അതിൻ്റെ ഒരു ബേസിക്കലി കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തുകൂടെ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് +1 +2 ഫിസിക്സും മാത്സും വേണം. അപ്പോൾ അതിൽ 50% മുകൾക്ക് മാർക്ക് വാങ്ങുക. ഈ ഒരു 50% മാർക്ക് വേണം എന്നില്ല ഒരു CPL ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതെപ്പോഴാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു എയർലൈനിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് റിക്വയർമെൻറ്റ്സ് ചോദിക്കും. അപ്പോൾ അതിൽ CPL വേണം, മൾട്ടി എഞ്ചിന് വേണ്ടി വരും, പിന്നെ അതേപോലെ തന്നെ ഫിസിക്സും മാത്സും മാർക്സും അവർ ചോദിക്കും 50% എബോവ്. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് വേണം. നമുക്ക് ELP പറഞ്ഞൊരു എക്സാമും കൂടെ ഉണ്ട് നമുക്ക് CPL കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എക്സാം. അത് ഞാൻ എഴുതിയിട്ടില്ല, അത് ഒരു ലാസ്റ്റ് എത്തുന്ന സമയത്താണ് ഒക്കെ എഴുതാറ്. അപ്പോൾ നമ്മൾ ഫിസിക്സും മാത്സും 50% എബോവ് മാർക്സ് വാങ്ങുക. പിന്നെ തിയറി പഠിക്കുക. തിയറി ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അങ്ങനെ പഠിക്കുക. പിന്നെ ഇന്ത്യയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നമ്പറിന് അപ്ലൈ ചെയ്യുക, എക്സാംസ് എഴുതുക. പിന്നെ ഒരു എക്സാം ഇപ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ 42 ദിവസം ബാൻ ഉണ്ടാവും. പിന്നെ നമുക്ക് 42 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മാക്സിമം ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം കൂടുതൽ ആൾക്കാരുണ്ട് എക്സാം ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവർ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അവർ സ്റ്റക്കായി നിൽക്കും. കാരണം നമുക്ക് ഒരു CPL ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എക്സാംസൊക്കെ പാസ്സായിരിക്കണം. അപ്പോൾ അവർ ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ വെച്ച് എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഫെയിലാകും, പറയാൻ പറ്റില്ല. അപ്പോൾ ഫെയിലാകുന്ന സമയത്ത് പിന്നെ 42 ദിവസം ബാൻ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പോകുന്ന സമയത്ത് നല്ല ഡിലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യുക, ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യുക. 200 hours ആണ് ഒരു CPL ലൈസൻസ് കിട്ടണം എന്നുള്ള റിക്വയർമെൻറ്റ്. അതിൽ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 200 hours ഫുള്ളി സിംഗിൾ എഞ്ചിനിലും ചെയ്യാം, അല്ലെങ്കിൽ 185 hours + 15 hours ഓൺ മൾട്ടിയിലും ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാൽ 15 മൾട്ടിയും കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് എയർലൈൻസിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു റിക്വയർമെൻറ്റ് ചോദിക്കും, മൾട്ടി എഞ്ചിനും കൂടെ അവർ ചോദിക്കും. അപ്പം ബെസ്റ്റ് ഈ 200 മണിക്കൂർ ചെയ്യുമ്പം 185 മണിക്കൂർ സിംഗിളും ബാക്കി 15 hours മൾട്ടിയിലും ചെയ്യാം. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ അഡീഷണലി ELP എക്സാം, പിന്നെ കുറച്ച് ചെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഫ്ലൈയിങ് റിലേറ്റഡ് ആണ്. അതായത് ഫ്ലൈയിങ്ങിൽ തന്നെ കുറച്ച് എക്സാംസ്, അത് റിട്ടേൺ അല്ല, അതായത് നമ്മൾ എത്രത്തോളം ഫ്ലൈ ചെയ്യുന്നു നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ചെക്ക് എന്ന് പറയാം. അതായത് നമ്മൾ CFI ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ഇൻസ്ട്രക്ടർ നമ്മളെ കൂടെ പറക്കും, എന്നിട്ട് നമ്മൾ തന്നെ ആയിരിക്കും ഫ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം. അത് ഒരു കൈൻഡ് ഓഫ് ഒരു എക്സാമാണ്. ഫ്ലൈയിങ് റിട്ടേൺ അല്ല, ഫ്ലൈയിങ്ങിൽ തന്നെ നമ്മളുടെ ഫ്ലൈയിങ് എത്രത്തോളം മികവുണ്ടെന്ന് നോക്കാനും വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ ചെക്സ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു തന്നല്ലേ. അപ്പോൾ 100 മണിക്കൂർ ഏകദേശം 100 മണിക്കൂർ ആവാനായി, ഏകദേശം എന്താണ് വിത്തിൻ 7 months അല്ലേ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ വിത്തിൻ 1 year CPL ലൈസൻസ് ഒക്കെ ആയിട്ട് നമുക്ക് മുന്നിൽ വരും. ഇപ്പോൾ വോട്ടിനൊക്കെ ആയിട്ട് വന്നിട്ട് നാട്ടിലുണ്ട്. ഇനിയിപ്പോൾ എന്താ തിരിച്ചു പോകണം? ഒരു 29-ാം തീയതി തിരിച്ചു പോകണം. 29-30 ആയിട്ട് തിരിച്ചു അല്ലേ? അതുവരെ നാട്ടിലുണ്ടാവും. ഓരോ വരവിനും ഓരോ പ്രോഗ്രാമൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ?
അതെ അതെ അതെ, വീട്ടിലാണെങ്കിൽ മൊമെൻറ്റോ വെക്കാനും സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ്. ഏതായാലും ഇത്രത്തോളമൊക്കെ ആയി. പിന്നെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമായി, ഒരുപാട് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആവുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളും കുട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഏതായാലും വളരെ സന്തോഷം കാണാൻ പറ്റിയിൽ. ഇൻഷാ അല്ലാ ഇതേ എയർപോർട്ടിൽ ഒരു പൈലറ്റായിട്ട് വർക്ക് ചെയ്യാനും ഇവിടെ തന്നെ ജോലി ചെയ്യാനും അല്ലേ താല്പര്യമില്ലേ? നമ്മുടെ നാട്ടിലാകുമ്പോൾ അല്ലേ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ.